മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 4-ാമത്തേതാണ് നരസിംഹം. പകുതി മനുഷ്യനും പകുതി സിംഹവും. തന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ മഹാവിഷ്ണു വരാഹരൂപത്തിൽ വധിച്ച വിവരം ഹിരണ്യകശിപു അറിഞ്ഞു. സഹോദരന്റെ മരണത്തിൽ അവൻ കോപാകുലനായി. ഹിരണ്യകശിപുവിന് മഹാവിഷ്ണുവിനോട് വലിയ പക തോന്നി. സഹോദരന്റെ മരണത്തിന് പകരം വീട്ടാനായി വിഷ്ണുവിനെയും അദ്ദേഹം പരിപാലനം ചെയ്യുന്ന എല്ലാ ലോകങ്ങളെയും കീഴടക്കണമെന്ന് ആ അസുരൻ തീരുമാനിച്ചു. അതിന് വേണ്ടതായ കരുത്ത് നേടുവാൻ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ തുടങ്ങി. പുണ്യസ്ഥലമായ ഗോകർണം സ്ഥിതി ചെയ്യുന്ന വനത്തിൽ ആ അസുരനെത്തി. മരവുരിയും ജടയും ഭസ്മവും ധരിച്ചയാൾ തപസ് തുടങ്ങി. ഹിരണ്യാക്ഷന്റെ തപസ് വളരെ കാലം നീണ്ടു. ബ്രഹ്മാവിന് ബ്രഹ്മലോകത്തിരിക്കാനാവാത്ത അവസ്ഥയായി. ഒടുവിൽ നിവൃത്തിയില്ലാതെ ബ്രഹ്മാവ് അസുരന്റെ മുന്നിൽ പ്രത്യക്ഷനായി. നിന്റെ തപസ്സിൽ നാം തൃപ്തനാണ്. നിനക്കെന്തു വരമാണ് വേണ്ടത്? ബ്രഹ്മാവ് ചോദിച്ചു. എന്നെ മനുഷ്യനും മൃഗവും കൊല്ലാൻ പാടില്ല. കരയിൽ വെച്ചും സമുദ്രത്തിൽ വെച്ചും എന്നെ വധിക്കരുത്. രാത്രിയിലും പകലും എന്നെ കൊല്ലരുത്. അകത്തുവച്ചും പുറത്തുവച്ചും കൊല്ലരുത്. ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലോ വച്ചെന്നെ കൊല്ലാൻ പാടില്ല. ആയുധം കൊണ്ട് എന്നെ കൊല്ലാൻ പാടില്ല. ഇതായിരുന്നു ഹിരണ്യകശിപു ബ്രഹ്മാവിനോട് ചോദിച്ച വരം. ബ്രഹ്മാവ് അവന് വരം കൊടുത്ത് യാത്രയായി. ഇനി തന്നെ ആർക്കും കൊല്ലാൻ കഴിയില്ലല്ലോ എന്ന അഹംഭാവത്താൽ അയാൾ ഉന്മത്തനായി. വരബലത്താൽ ശക്തനായ ഹിരണ്യകശിപുവിന്റെ മനസ്സിൽ തന്റെ സഹോദരനായ ഹിരണ്യാക്ഷന്റെ ഓർമ്മ പ്രതികാരദാഹമായി. വിഷ്ണു എന്ന പേര് കേൾക്കുന്നത് പോലും ഹിരണ്യകശിപുവിന് സഹിക്കാൻ കഴിയാതെയായി. വിഷ്ണുവിന്റെ നാമം പോലും ആരും ഉച്ചരിക്കരുത്. ആരും അവനെക്കുറിച്ച് ചിന്തിക്കരുത്. അവന് പൂജ ചെയ്യരുത്. എല്ലാവരും എന്നെ മാത്രം ഭജിച്ചാൽ മതി. ഇനി മുതൽ എല്ലാവരും എന്നെ പൂജിക്കുക. ഹിരണ്യായ നമ എന്ന് ചൊല്ലുക. ഹിരണ്യകശിപു കൽപ്പന പുറപ്പെടുവിച്ചു. പരബലത്താൽ മത്തനായ അസുരൻ 3 ലോകങ്ങളെയും കീഴടക്കി ഭരിക്കാൻ തുടങ്ങി. ആരെങ്കിലും വിഷ്ണുവിനെ പൂജിക്കുന്നുണ്ടോ എന്നറിയാൻ ചാരന്മാരെ വിട്ട് അന്വേഷിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിന്റെ ദുർഭരണത്തെപ്പറ്റിയും അതിക്രമങ്ങളെക്കുറിച്ചും സജ്ജനങ്ങളും ദേവന്മാരും ഋഷിമാരും വിഷ്ണുവിനോട് പരാതി ബോധിപ്പിച്ചു. ഭഗവാൻ അവരെ സമാധാനപ്പെടുത്തി പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പും കൊടുത്തു. ഹിരണ്യകശിപു ദേവലോകത്ത് ചെന്നു. ദേവന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ട അവൻ ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ദേവലോകം കൈക്കലാക്കി. അത് കഴിഞ്ഞ് പാതാള ലോകത്തെത്തി. പാതാള ലോകവും ആ അസുരൻ കീഴടക്കി. അങ്ങനെ 3 ലോകത്തും ഹിരണ്യകശിപു അധിപനായി തീർന്നു. ഹിരണ്യകശിപുവിന്റെ പത്നിയായിരുന്നു കയാധു. അവൾ ഗർഭവതിയായി. ഈ വിവരം ഇന്ദ്രൻ അറിഞ്ഞു. ഹിരണ്യകശിപുവിനെ കൊണ്ട് തന്നെ 3 ലോകങ്ങളിലും ജീവിക്കാനാവാത്ത അവസ്ഥയാണ്. അപ്പോൾ അവനൊരു പുത്രൻ കൂടി ഉണ്ടായാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇന്ദ്രൻ ചിന്തിച്ചു. പിതാവിനേക്കാൾ വലിയ ദുഷ്ടനായിരിക്കും പുത്രൻ എന്ന് ഇന്ദ്രൻ കരുതി. ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ ഹിരണ്യകശിപുവിന്റെ പുത്രനെ ഗർഭത്തിൽ വെച്ച് തന്നെ വധിക്കാൻ ഇന്ദ്രൻ തീരുമാനിച്ചു. ഒരിക്കൽ ഹിരണ്യകശിപു കൊട്ടാരത്തിൽ ഇല്ലാത്ത സമയത്ത് ഗർഭിണിയായ കയാധുവിനെ ഇന്ദ്രൻ തട്ടിക്കൊണ്ടുപോയി. നാരായണ വൈരിയായ ഹിരണ്യകശിപുവിന്റെ കുഞ്ഞിനെ ഗർഭത്തിൽ തന്നെ നശിപ്പിക്കാനായിരുന്നു അത്. എന്നാൽ വഴിയിൽ വെച്ച് നാരദമുനി ഇന്ദ്രനെ തടുത്തു നിർത്തി. ഇന്ദ്ര, നീ ചെയ്യുന്നത് അവിവേകമാണ്. കയാധുവിന്റെ ഗർഭത്തിൽ വളരുന്ന കുട്ടി ഭാഗവതോത്തമനാണ്. അതിനാൽ അവളെ വിട്ടയക്കണം, നാരദൻ പറഞ്ഞു. ഇത് കേട്ട ഇന്ദ്രൻ കയാധുവിനെ വിടുക മാത്രമല്ല, പ്രദക്ഷിണം വെച്ച് മാപ്പപേക്ഷിക്കുകയും ചെയ്തു. നാരദൻ കയാധുവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് കയാധുവിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയെ ഉദ്ദേശിച്ച് മുനി അമ്മയ്ക്ക് ധർമ്മസ്വരൂപവും ആത്മജ്ഞാനവും ഉപദേശിച്ചു കൊടുത്തു. അവിടെ വെച്ച് ഭാഗവതം ചൊല്ലിക്കേൾപ്പിക്കുന്ന അവസരത്തിൽ കയാധു ഗർഭാലസ്യത്താൽ മയങ്ങിപ്പോയി. എന്നാൽ വയറ്റിൽ കിടന്ന കുട്ടിയെല്ലാം സശ്രദ്ധം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 6-ാം മാസത്തിൽ തന്നെ കുട്ടി ഭാഗവത ധർമ്മം മനസ്സിലാക്കി. ഹിരണ്യകശിപുവിന്റെ പുത്രനായി പ്രഹ്ലാദൻ ജനിച്ചു. എപ്പോഴും പ്രസന്നവാനായ കുഞ്ഞായിരുന്നു അവൻ. ഭക്തിയിലും വിനയത്തിലുമൊക്കെ അനുഭാവമുള്ള സ്വഭാവം, ഉത്സാഹവും നാരായണ ഭക്തിയും ഒക്കെ കുട്ടിയിൽ പ്രകടമായിരുന്നു. എന്നാൽ കുട്ടിയിൽ കാണുന്ന സദ്ഗുണങ്ങളൊന്നും അസുരരാജാവിന് ഇഷ്ടപ്പെടുന്നവയായിരുന്നില്ല.
ഹിരണ്യകശിപു അസുരർക്കാവശ്യമായ ദുരാചാരങ്ങളും മറ്റും പഠിപ്പിക്കാനായി പ്രഹ്ലാദനെ ഗുരുകുലത്തിൽ അയക്കാൻ തീരുമാനിച്ചു. തന്റെ മകനെ വിദ്യ അഭ്യസിപ്പിക്കുന്നതിനായി അസുരഗുരുവായ ശുക്രമുനിയുടെ പുത്രന്മാരായ ശണ്ഡന്റെയും അമർക്കന്റെയും പക്കൽ ഹിരണ്യകശിപു ഏൽപ്പിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞു. മകൻ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് ഹിരണ്യകശിപുവിന് തോന്നി. ഇതുവരെ നീ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? ഹിരണ്യകശിപു മകനോട് ചോദിച്ചു. ഭഗവാൻ വിഷ്ണുവിന്റെ പാദസേവയ്ക്ക് മീതെയായിട്ടൊന്നുമില്ല പിതാവേ. വിഷ്ണുഭക്തിയാണ് ഏവർക്കും വേണ്ടത്. ഹിരണ്യകശിപുവിന്റെ ചോദ്യത്തിന് മറുപടിയായി പ്രഹ്ലാദൻ പറഞ്ഞു. മകന്റെ വാക്കുകൾ കേട്ട് ഹിരണ്യകശിപു ക്രുദ്ധനായി. അയാൾ മകനെ ശാസിക്കുകയും വിഷ്ണുഭക്തി മാറ്റിയെടുക്കാൻ ശുക്രപുത്രന്മാരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഹിരണ്യകശിപു പ്രഹ്ലാദനെ സമീപത്ത് വരുത്തി പഠിച്ചവയിൽ ഒരു ഭാഗം പറയുവാൻ ആവശ്യപ്പെട്ടു. വിഷ്ണുഭക്തി തന്നെയാണ് എല്ലാത്തിനേക്കാളും മെച്ചമായതെന്നും പ്രഹ്ലാദൻ ഉറപ്പിച്ചു പറഞ്ഞു. അതുകേട്ട് ഹിരണ്യകശിപു വളരെ കോപിച്ചു. എടാ ദുർബുദ്ധി, എന്റെ ശത്രുവായ നാരായണനെ പറ്റി നിനക്ക് ബഹുമാനം തോന്നുവാൻ കാരണമെന്ത്? ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു. പിതാവേ, അഹങ്കാരികൾക്ക് സർവേശ്വരനായ ശ്രീനാരായണന്റെ മാഹാത്മ്യം അറിയുവാൻ സാധിക്കുകയില്ല. അതുകേട്ട് ഹിരണ്യകശിപു കോപം കൊണ്ട് വിറച്ചു. അയാൾ പ്രഹ്ലാദനെ കൊന്നുകളയാൻ ആജ്ഞാപിച്ചു. കൽപ്പന കിട്ടിയ അസുരന്മാർ പ്രഹ്ലാദനെ കൊല നടത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അവർ പല വിധത്തിലും കുട്ടിയെ കൊല്ലാൻ നോക്കി. എന്നാൽ ഒരു വിധത്തിലും നാരായണ ഭക്തനായ കുട്ടിയെ കൊല്ലാൻ അവർക്ക് സാധിച്ചില്ല. നടന്ന വിവരങ്ങൾ സൈനികർ ഹിരണ്യകശിപുവിനെ ധരിപ്പിച്ചു. പ്രഹ്ലാദനെ ഒരു തരത്തിലും നന്നാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ ഹിരണ്യകശിപു കോപത്താൽ ജ്വലിച്ചു. നിന്റെ വിഷ്ണു എവിടെ? ഹിരണ്യകശിപു ചോദിച്ചു. കല്ലിലും മുള്ളിലും മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമൊക്കെ എന്റെ വിഷ്ണുവുണ്ട്, പ്രഹ്ലാദൻ പറഞ്ഞു. നിനക്ക് വിഷ്ണുവല്ലേ വലുത്? എന്നാൽ ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. നിന്റെ വിഷ്ണു രക്ഷിക്കാൻ വരുമോ എന്ന് നോക്കട്ടെ. നിന്റെ വിഷ്ണു ഇതിനകത്തുണ്ടോ? കൊട്ടാരത്തിലെ ഒരു സ്തംഭം ചൂണ്ടി ഹിരണ്യകശിപു ചോദിച്ചു. തീർച്ചയായും ഇതിനകത്തും എന്റെ വിഷ്ണുവുണ്ട്, പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു. പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ട് കോപം പൂണ്ട ഹിരണ്യകശിപു തന്റെ വാളെടുത്ത് തൂണിൽ ശക്തമായി വെട്ടി. തൂണ് രണ്ടായി പിളർന്നു. അതിൽ നിന്ന് സിംഹത്തിന്റെ മുഖവും മനുഷ്യന്റെ ശരീരവുമുള്ള നരസിംഹം പുറത്തു വന്നു. നരസിംഹത്തിന്റെ ഭീമാകാരവും ക്രൂരവുമായ രൂപം കണ്ട് ഹിരണ്യകശിപു ഞെട്ടി. അപ്പോൾ സമയം സന്ധ്യയായിരുന്നു. പകലോ രാത്രിയോ അല്ല, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയം. നരസിംഹം ഹിരണ്യകശിപുവിനെ തന്റെ കൈകളിൽ ഉയർത്തി കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിലേക്ക് കൊണ്ടുപോയി. അകത്തോ പുറത്തോ അല്ലാത്ത പ്രവേശന കവാടത്തിൽ തന്നെ ഇരുന്നു. ഭൂമിയിലോ ആകാശത്തോ അല്ലാതെ ഹിരണ്യകശിപുവിനെ നരസിംഹം തന്റെ മടിയിൽ കിടത്തി. അതിനുശേഷം ആയുധം ഉപയോഗിക്കാതെ മൂർച്ചയുള്ള തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് അസുരന്റെ മാറിടം പിളർന്ന് തൽക്ഷണം അവനെ കൊന്നു. ഇത് കണ്ട് എല്ലാവരും ഭയന്നു. എന്നാൽ പ്രഹ്ലാദൻ ഒരു കൂസലുമില്ലാതെ ശാന്തനായി നരസിംഹമൂർത്തിയുടെ കാൽക്കൽ വീണു നമസ്കരിച്ചു. പ്രഹ്ലാദന്റെ ഭക്തി നരസിംഹത്തിന്റെ കോപം ശമിപ്പിച്ചു. നരസിംഹം ശാന്തനായി. നിനക്കെന്തു വരമാണ് വേണ്ടത്? നരസിംഹം പ്രഹ്ലാദനോട് ചോദിച്ചു. ദയവായി എനിക്ക് എപ്പോഴും അങ്ങയെ സ്മരിക്കാനുള്ള വരം തന്ന് അനുഗ്രഹിക്കുക, പ്രഹ്ലാദൻ പറഞ്ഞു. സന്തോഷത്തോടെയും സമചിത്തതയോടെയും ജീവിച്ച് ഒടുവിൽ മരണശേഷം നീ എന്നിൽ വിലയിക്കുക എന്ന് പറഞ്ഞ് നരസിംഹം പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു.